ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് വിവോൻ്റെ വിവോ എക്സ് ഫോൾഡ്. അപ്പോൾ വിവോ എക്സ് ഫോൾഡ് വിവോൻ്റെ ഫസ്റ്റ് ഫോൾഡബിൾ ഡിവൈസാണ്. ഇത് ചൈനയിൽ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ഗ്ലോബലി അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹാൻഡ്സ് ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് വിവോൻ്റെ ടെക് ഡേ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ടായി ഡൽഹിയിൽ, അവിടെ ഷോ കേസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് ഇതിൻ്റെ ചെയ്തത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വിവോ എക്സ് ഫോൾഡ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്, വിവോൻ്റെ ഫസ്റ്റ് ഫോൾഡബിൾ ഡിവൈസാണ്. വളരെ മികച്ച ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഫോൾഡബിൾ ഡിവൈസാണ് വിവോ എക്സ് ഫോൾഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ക്വിക്കായിട്ട് ഒരു ഹാൻഡ്സ് ഓൺ നമുക്ക് ചെയ്യാം. അപ്പോൾ വിവോ എക്സ് ഫോൾഡാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈൻ നോക്കാം. രണ്ട് ഡിസ്പ്ലേയാണ്, കവർ ഡിസ്പ്ലേയും അതേപോലെ പ്രൈമറി മെയിൻ ഡിസ്പ്ലേയാണ്. ബാക്കിൽ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം. ഈ ക്യാമറ യൂണിറ്റ് വളരെ പരിചയമുള്ളൊരു ക്യാമറ യൂണിറ്റാണ്. വിവോ X80 Pro പ്ലസിൻ്റെ പ്രോൻ്റെ ക്യാമറ യൂണിറ്റാണ്. അതേപോലെ നമുക്ക് താഴെ USB Type-C പോർട്ട് കാണാം, സ്പീക്കർ യൂണിറ്റ് കാണാം, പിന്നെ അലേർട്ട് സ്ലൈഡർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പവർ ആൻഡ് വോളിയം റോക്കർ കീസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അലേർട്ട് സ്ലൈഡർ നമുക്കിവിടെ കാണാം. അതേപോലെ പവർ ബട്ടനും അതിൻ്റെ താഴെ തന്നെ അതിന് മുകളിൽ തന്നെ വോളിയം റോക്കർ കീസ് കാണാം. പിന്നെ മുകളിൽ നമുക്കൊരു സ്പീക്കർ യൂണിറ്റും കാണാം. അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, അഡീഷണൽ മൈക്രോഫോൺസ് കാണാം. പിന്നെ ഈ സൈഡിലാണെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ഫിനിഷാണ്, അത് കേർവ്ഡ് ഡിസ്പ്ലേ തുറക്കാനുള്ള ഫിനിഷാണ്, കണ്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ഡിസ്പ്ലേ തുറന്നിരിക്കുകയാണ്. മെയിൻ ഡിസ്പ്ലേ ആക്ച്വലി 8.03 ഇഞ്ചസ് ആണ്. ഒരു LTPO AMOLED ഡിസ്പ്ലേയാണ്, 120 Hz റിഫ്രഷ് റേറ്റാണ്, HDR10+ ഡിസ്പ്ലേ ആണ്. ഇനി കവർ ഡിസ്പ്ലേയും ഇതേപോലെ തന്നെ AMOLED 120 Hz 6.53 ഇഞ്ചസ് റെസൊല്യൂഷനാണ്, 1080p റെസൊല്യൂഷനാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ കണ്ടില്ലേ, വളരെ സ്മൂത്ത് ടച്ച് റെസ്പോൺസും വളരെ ഒരു മികച്ച പാനലാണ്. LTPO പാനലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് UI ആക്ച്വലി ഇതിനകത്ത് സോഫ്റ്റ്വെയർ പറയുന്നത് വിവോൻ്റെ എന്താ പറയുക, ഒരു പുതിയ UI ആണ്, ഒറിജിൻ OS എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് കാണാം, അതേപോലെ നോട്ടിഫിക്കേഷൻസ് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഒറിജിൻ OS തോന്നിയത്. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഫ്രണ്ടിലൊരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇൻഫാക്ട് ഇതിൻ്റെ ഉള്ളിലും സെൽഫി ക്യാമറ ഉണ്ട്. പിന്നെ ബെസൽസ് പറയുകയാണെങ്കിലും വളരെ മിനിമലിസ്റ്റിക് ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഫോൾഡബിൾ ഡിവൈസ് കുറച്ചൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഫോൾഡബിൾ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വരുന്ന ഫോൾഡബിളിൻ്റെ ഒരു ഹിഞ്ചല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഇതിനകത്ത് നമ്മൾ ഫോൾഡ് ചെയ്താലും ക്രീസ് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ 3 ലക്ഷം ഫോൾഡിങ് അൺഫോൾഡിങ്ങിന് സർട്ടിഫൈഡ് ഡിവൈസാണ്. അപ്പോൾ ഒരു ആവറേജ് നമുക്ക് ഒരു 80-90 ഫോൾഡ് അൺഫോൾഡ് ഒരു ദിവസം ചെയ്താൽ പോലും 10 വർഷം മിനിമം ഈ ഡിസ്പ്ലേൻ്റെ ഹിഞ്ച് ലാസ്റ്റ് ചെയ്യുമെന്നാണ് വിവോ അവകാശപ്പെടുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക, സീൽഡ് ഡിസ്പ്ലേ എന്ന് പറയാം. പിന്നെ പുറത്തെ ഡിസ്പ്ലേ ഇതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേന് വരുന്നത്. പിന്നെ 2 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ടോഗിൾസ് പറയുക, വളരെ ഒരു മികച്ച ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്ന് പറയാം. ഫൺ ടച്ച് OS-നേക്കാളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒറിജിൻ OS. അതുണ്ടല്ലേ, നമുക്ക് മൾട്ടിപ്പിൾ ഹോം സ്ക്രീൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഗുലറായി കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് ആൻഡ്രോയിഡിൽ വരുന്നത്, വിവോൻ്റെ ഫൺ ടച്ച് OS-ൽ കിട്ടുന്ന അതേ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. എങ്കിലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഐക്കൺസും അതിൻ്റെ ലേ ഔട്ട്സും നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആണ്. ഈ വലിയ 8 ഇഞ്ച് ഇൻഫാക്ട് 8.03 ഇഞ്ച് ഡിസ്പ്ലേക്ക് വളരെയധികം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തുകൊണ്ടാണ് ഒറിജിൻ OS ഔട്ട്സൈഡ് ചൈന കൊണ്ടുവരാത്തതെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമല്ല, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി ഒറിജിൻ OS. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വിവോൻ്റെ ഫോണുകളിൽ വരേണ്ട ഒരു UI ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല കുറേ ഫീച്ചേഴ്സും നല്ലപോലെ UI ഓപ്ഷൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അൾട്രാ ഗെയിം മോഡും അതേപോലെ ഡൈനാമിക് എഫക്ട്സും അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഈ ഒറിജിൻ OS-ൽ കാണുന്നുണ്ട്. അതേപോലെ UI എക്സ്പീരിയൻസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയത്. അത് നല്ലതാണ്. ഡെഫിനറ്റ്ലി ഫൺ ടച്ച് OS-നേക്കാളും എനിക്ക് മികച്ചതായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഒറിജിൻ OS വിവോൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും മികച്ച പ്രോസസ്സറാണ്, അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പാണ്, 4 നാനോമീറ്റർ ചിപ്പാണ്. ഇത് ഏപ്രിൽ ഇറങ്ങിയ ഡിവൈസ് ആയതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പല്ല, 8 Gen 1 ആണ്. ആൻഡ്രോയിഡ് 12 ആണ്. ഒറിജിൻ OS ഓഷ്യൻ എന്നതിൻ്റെ പേര്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് നല്ല ഒരു ക്യാമറ സെറ്റപ്പ്, ഒരു 50 MP പ്രൈമറി ക്യാമറയും 8 MP പെരിസ്കോപ്പ് ക്യാമറയും 5x ഒപ്റ്റിക്കൽ സൂമാണ്. അതേപോലെ തന്നെ നമുക്ക് 12 MP ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. പിന്നെ 48 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ 4K 60 FPS നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. സൈസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാക്കിയ ഡിവൈസ് ആയിട്ട്
സൈസിൻ്റെ എല്ലാ പോർട്രേറ്റ് മോഡും ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ട്രൈപോഡ് മാതിരി യൂസ് ചെയ്യാം. ഫോൺ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ക്യാമറ സെൽഫീസ് എടുക്കാനോ അല്ലെങ്കിൽ ടൈമർ വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പല ഫോൾഡബിൾ ഡിവൈസിലും ഇല്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാമറ എക്സ്പീരിയൻസും ഡെഫിനറ്റ്ലി മികച്ചതാണ്. നമുക്ക് ക്യാമറ ഔട്ട്ഡോർ ടെസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇൻഡോർ വളരെ ഒരു ലിമിറ്റഡ് ടൈമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല ഒരു സൈസ് നമ്മൾ വിവോ X80 പ്രോൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. കാരണം അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സെൽഫി ക്യാമറ ഒരു 16 മെഗാ പിക്സൽ ഷൂട്ടറാണ്. പിന്നെ ഒരുപാട് മോഡ്സ് ഉണ്ട്. നമുക്ക് വിവോ X80 പ്രോയിൽ കിട്ടുന്ന പോലെ തന്നെ ഒരുപാട് മോഡ്സും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ക്യാമറയിൽ വിവോ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തില്ല. ഇൻഫാക്റ്റ് ഫോൾഡബിൾ ഡിവൈസ് ആയതുകൊണ്ടുള്ള ഒരു കോംപ്രമൈസും തന്നെ വന്നിട്ടില്ല. സൈസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട്. സൈസിൻ്റെ ബയോട്ടാർ എന്താ പറയുക പോർട്രേറ്റ് മോഡും അങ്ങനത്തെ എല്ലാ മോഡ്സും തന്നെ ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സൈസിൻ്റെ T-Star ലെൻസ് കൂട്ടിങ് കൊണ്ട് ഡ്യുവൽ LED ഫ്ലാഷാണ് വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഫോൾഡ് ചെയ്തത്. നമുക്ക് ക്യാമറ യൂണിറ്റും കാണാം. വിവോ X80 പ്രോൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സൈസിൻ്റെ ബ്രാൻഡിങ്ങും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വിവോൻ്റെ X ഫോൾഡിൻ്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 4600 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് 66 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ് ആണ് 50 വാട്ടാണ്. റിവേഴ്സ് വയർലെസ് ചാർജിങ് 10 വാട്ടും സപ്പോർട്ടഡ് ആണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിലാണ് അവൈലബിൾ ആകുന്നത്. നമ്മളിപ്പോൾ ഹാൻഡ്സ് ഓൺ ചെയ്തത് ബ്ലൂ കളറാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്ര ഫോൾഡ് ചെയ്താലും ആ ഡിസ്പ്ലേ വളരെ സ്മൂത്താണ്. ഡിസ്പ്ലേ മടക്കുമ്പോൾ ആ മടക്ക ആക്ച്വലി നമുക്ക് ഫീലേ ചെയ്യത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. കണ്ടില്ലേ, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. സാംസങ്ങിലേക്ക് ആ മടക്ക് ക്രീസ് എന്നതിന് പറയുന്നത് അത് വളരെ എവിഡൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ടച്ച് ചെയ്യുമ്പോൾ അത് ഒട്ടും തന്നെ എവിഡൻ്റ് അല്ല എന്നുള്ളതാണ്. അത് ആ ഹിഞ്ചിൻ്റെ പ്രത്യേകതയാണ് വിവോ അവകാശപ്പെടുന്നത്. അപ്പം ഇതായിരുന്നു നമുക്ക് വിവോൻ്റെ X ഫോൾഡിനെ കുറിച്ച് ഉള്ള ഒരു എക്സ്പീരിയൻസ്. നല്ലൊരു ഡിവൈസായിട്ട് തോന്നി. പക്ഷേ ഇന്ത്യയിൽ വരാൻ ഇപ്പോൾ അവർ പ്ലാനൊന്നും ഇല്ല എന്നുള്ള വേണമെങ്കിൽ പറയാം. കാരണം അത് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ ഒന്നും ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിവൈസായിട്ട് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു എക്സ്പെൻസീവ് ഡിവൈസാണ്. പ്രോബ്ലി 1.5 ലക്ഷമൊക്കെ വരുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. പക്ഷേ എനിക്കിതിൻ്റെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് വിവോൻ്റെ X ഫോൾഡ്. പിന്നെ വിവോൻ്റെ X ഫോൾഡിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിയർ പാനലിലും ഫ്രണ്ട് പാനലിലും നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. വളരെ ഫാസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഉള്ളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ കൊടുത്ത ഏക ഡിവൈസാണ് ഫോൾഡബിൾ സീരീസിൽ. അപ്പോൾ അതും നല്ല ഒരു ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ലിമിറ്റഡ് ടൈമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വളരെ ഒരു ഇംപ്രസ്ഡ് ആയ ഒരു ഡിവൈസായിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഔട്ട്സൈഡ് ചൈന കൊണ്ടുവരേണ്ട ഒരു ഡിവൈസാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് സാംസങ്ങിൻ്റെ Z Fold 4നേക്കാളും മികച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ലിമിറ്റഡ് ടൈം ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ എനിക്ക് വളരെയധികം ഇംപ്രസ്ഡ് ആയ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ വെയിറ്റിൻ്റെ ആസ്പെക്ട് പറയുക ഇത് 311 grams ആണ്. ഫോൾഡഡ് 14.6 mm അൺഫോൾഡഡ് 6.3 mm ആണ് വരുന്നത്. അപ്പം ഇതിൽ കാര്യമായ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയുക. UFS 3.1 സ്റ്റോറേജ്, LPDDR5 റാമോ അങ്ങനത്തെ എല്ലാ ക്വാളിറ്റി ഉണ്ട്. 12 GB റാമാണ് വരുന്നത്. 256 GB സ്റ്റോറേജും ഉണ്ട്, 512 GB സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ ക്യാമറേൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേൻ്റെ കാര്യത്തിലാണെങ്കിലും സോഫ്റ്റ്വെയറും പെർഫോമൻസ് എല്ലാത്തിലും തന്നെ ഏറ്റവും മികച്ച ഹാർഡ്വെയർ ഇതിനകത്ത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിവോൻ്റെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ വിവോ X ഫോൾഡിൻ്റെ ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.